ഇവിടെ ഈ ഇരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ആണ്. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് പദ്ധതികൾ കുട്ടികളിലേക്ക് ആവിഷ്കരിക്കുന്ന ഒരു ടീമാണ്. നമ്മളിപ്പോൾ പോകാനിരിക്കുന്ന ഒരു മിഷൻ NCERT എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, NCERTയുടെ കംപ്ലീറ്റ് അവലോകനം ഒരു ചാപ്റ്റർ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിയും പ്രതിയുമായിട്ട് മത്സരിച്ച് കുട്ടികളുടെ ഒരു കോമ്പറ്റീറ്റീവ് സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. അത് യഥാർത്ഥത്തിൽ ഇവരിലൂടെയാണ് നടപ്പാക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരുപാട് പുതിയ പദ്ധതികൾ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ +2 ഇപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ +1 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ ഇടണം, അത് കുട്ടികളിൽ എങ്ങനെ പ്രായോഗികവൽക്കരിക്കാം, കുട്ടികൾക്ക് അത് എങ്ങനെ ബാധിക്കും, ഇത്യാദി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ A to Z അക്കാഡമിക്സ് ഇവർ ത്രൂ ആണ് മക്കളിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല അതിന് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യലൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ്. ഇതാണ് അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ എല്ലാ ആഴ്ചയും ഒരു പ്രാവശ്യം സിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് ഓരോ പദ്ധതികളും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഇവിടുത്തെ ഇവരാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർ, ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലെ ശക്തി എന്ന് പറയുന്നത്.